സ്തോത്രം സ്തോത്രമപ്പ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ പർദീസ എന്ന ഈ വീഡിയോയുമായി ഒരിക്കൽ കൂടി സ്വർഗദാത അവിടുത്തെ മക്കളുടെ മുൻപാകെ നിൽക്കുവാൻ തന്ന വൻ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മളെല്ലാവരും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് തുടരുകയാണ്. നന്മ ചെയ്തും തിന്മ ചെയ്തും നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. എന്നാൽ തിന്മ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ ആവശ്യമായി തോന്നത്തക്ക ഒരു ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. കാരണം നമ്മുടെ മനസാക്ഷിക്കനുസരിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ദൈവം എഴുതിയ ന്യായപ്രമാണത്തിന് അനുസരിച്ചാണ് നമ്മൾ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണം ഈ പ്രകൃതിയുടെ ദൈവത്തെ അറിയാത്ത മാനവരുടെ ഒരു നിയമസംഹിത തന്നെയാണ്. ന്യായപ്രമാണം നമ്മെ കൊല്ലുക തന്നെ ചെയ്യും. ആ പ്രമാണത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ നീതിപൂർവമല്ലാതെ സ്വന്തം കാര്യം നോക്കി നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളാൽ ഈ ലോകത്തിൻ്റെ അധിപതിയായ സാത്താൻ നമ്മെ കൂട്ടത്തോടെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മരണത്തിലേക്ക് തന്നെയാണ്. എന്നാൽ സാത്താൻ നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന ദിശയിൽ നിന്നും എതിർദിശയിലേക്ക് ഒരു ദിവ്യ വെളിച്ചം ഈ ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഈ ലോകാധിപതിയായ സാത്താനെ പരാജയപ്പെടുത്തി വിജയത്തിൻ്റെ കൊടിക്കൂറ പാറിച്ചുകൊണ്ട് മാനവ മക്കളെ ഏവരെയും രക്ഷിക്കുവാൻ നമ്മുടെ യേശുനാഥൻ്റെ വൻകൃപ ഈ ഭൂമിയിൽ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ യേശുനാഥൻ്റെ ആ ദിവ്യവട്ടത്തിൽ പങ്കാളികളായി തീർന്ന എതിർദിശയിലേക്കുള്ള സാത്താനിൽ നിന്നും എതിരെയുള്ള പ്രയാണം തുടരാം. പ്രിയരെ, ഈ യാത്ര അല്പം ഞെരുക്കവും ക്ലേശവുമായി തോന്നാമെങ്കിലും അത്യധിക സന്തോഷത്തിലേക്കുള്ള നിത്യമായ ജീവനിലേക്കുള്ള ഒരു യാത്ര തന്നെയാണിത്. കർത്താവ് ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഗാനം ആലപിക്കുകയാണ്.
രാജരാജൻ രാജാതിരാജൻ രാജരാജൻ രാജാതിരാജൻ രാജരാജേശ്വരൻ യേശുനാഥൻ എൻ്റെ ദൈവം യേശുനാഥൻ എൻ്റെ ദൈവം അത്ഭുതമന്ത്രേ വീരനാം ദൈവം കന്യാസുതൻ എമ്മാനുവേൽ എൻ്റെ ദൈവം എൻ്റെ ദൈവം പാവയെന്നെ പാവമല്ല പോക്കെ നിത്യജീവനിലേക്കായി ആനയിച്ചിടാനായി മണ്ണിൽ വന്നു പിറന്നു രാജ്യം സ്ഥാപിച്ചു പാപികളാ ക്രൂശിതനായി മരണം പോകി ഉയർത്തെഴുന്നേറ്റു തുറക്കതാതൻ വലം ഭാഗയായി പക്ഷപാതമെന്നും എനിക്കായി ചെയ്തിടുന്നു എൻ്റെ യേശു എൻ്റെ യേശു എൻ്റെ യേശു നാമിച്ചിടുന്നു തുതി പാടിടുന്നു തന്നായി എൻ്റെ ജീവനാഥനായി നാഥനായി എൻ്റെ ജീവനാഥനായി. ഒരു സുവിശേഷ ഭാഗം വായിക്കുകയാണ്. തിമോത്തിയോസിന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ഒരു വലിയ വീട്ടിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള സാമാനങ്ങൾ മാത്രമല്ല, മണ്ണുകൊണ്ടും മരങ്ങൾ കൊണ്ടുമുള്ള സാമാനങ്ങൾ കൂടി ഉണ്ടായിരിക്കും. എന്നാൽ അവയിൽ നിന്നെല്ലാം വിടുതൽ നേടി സ്വയം വൃത്തിയാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപകാരപ്രദവും എല്ലാ നല്ല കാര്യത്തിനും യോഗ്യമായ മാനപാത്രം ആകും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോകമെന്ന ദൈവരാജ്യ സ്ഥാപനത്തിന് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങും സുവിശേഷ പ്രഘോഷണങ്ങളും ദൈവരാജ്യത്തിൻ്റെ വരവിനെ അറിയിച്ചുകൊണ്ടുള്ള ലക്ഷണങ്ങളും എല്ലാം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടം തന്നെ സാത്താൻ തൻ്റെ സർവായുധ വർഗവും എടുത്ത് അഴിഞ്ഞാടുന്ന ഒരു കാഴ്ചയും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. കേട്ടാൽ ചെവി പൊത്തിപ്പോകുന്ന ഭീകര സംഭവങ്ങൾ. മനുഷ്യനെ മൃഗത്തേക്കാളധികം ഹല്ലേലൂയ ക്രോധത്തോടെ വധിക്കുന്ന കാഴ്ച. ഇതെല്ലാം വിളിച്ചോതുന്നത് സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിതമായ ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. പ്രിയപ്പെട്ടവർ, സ്വർഗരാജ്യ സ്ഥാപനത്തെക്കുറിച്ച് വിശദമായി
ഒന്ന് വിവരിക്കുന്നതിന് മുമ്പ് അടിയാത്തി ഒരു എളിയ സാക്ഷ്യം ഇവിടെ വിവരിക്കുകയാണ്. 2016 കാലഘട്ടത്തിൽ അടിയാത്തി TPM സഭയിൽ മൃഗകർത്താവായ യേശുനാഥനെ ആരാധിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു ദർശനം കാണുകയുണ്ടായി. കർത്താവിൻ്റെ വൻ കൃപയാൽ അതൊന്ന് ഇവിടെ വിവരിക്കുകയാണ്. ദർശനം ഇങ്ങനെയാണ്. ഞാൻ എവിടെയോ രാത്രിയിൽ ഉറക്കത്തിനിടയിൽ കണ്ട സ്വപ്നമായിരുന്നു. ഞാൻ എവിടെയോ പോകാൻ ഒരുങ്ങുകയാണ്. ആകെ 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഒരുങ്ങി പുറപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പുറത്ത് മഴ പെയ്തു. തുണികളും പാകളുമെല്ലാം പുറത്ത് വിരിച്ചിട്ടിരിക്കുകയായിരുന്നു. എല്ലാം അടിയാത്തി ഓടിച്ചെന്ന് എടുത്തു കൊണ്ടുവന്ന പുരയ്ക്കകത്തിട്ടു. സമയം വീണ്ടും കുറേ കഴിഞ്ഞു. ഇനി നിസ്സാര മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഡ്രസ്സ് മാറാൻ അലമാരി തുറന്നു. പാൻ്റ് എടുത്തു. ടോപ്പ് എടുത്തപ്പോൾ പെട്ടെന്ന് ഒരു ചുമല വര. അയ്യോ, എന്താണ് ഈ ചുമല വര? ഇത് വിളിപ്പിക്കാൻ നേരമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ആ ചുരിദാർ വിടർത്തിയപ്പോൾ ഞാൻ എൻ്റെ മൂക്ക് മാറ്റിക്കളഞ്ഞു. കട്ട പിടിച്ച് നാറിയ രക്തക്കറ ചുരിദാറിൽ നിറയെ വെള്ള വസ്ത്രത്തിൽ. സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന ഞാൻ ആകെ പരവശയായി. ഏതാണ്ട് 1-2 മണി പാതിരാത്രിയായിരുന്നു സമയം. ഞാൻ വേദപുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങി. യെശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം 1-ാം അധ്യായം വായിക്കാൻ തുടങ്ങി. അതിൻ്റെ 18-ാമത്തെ വാക്യം: നിൻ്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെണ്മയുള്ളതാക്കും. ആ വാക്യത്തിലെത്തിയപ്പോൾ എൻ്റെ ഹൃദയം അത്യധികമായ സന്തോഷത്താൽ നിറഞ്ഞ കവിയുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അറിയാതെയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ നിമിത്തം നമ്മുടെ ഹൃദയാന്തർഭാഗം അന്ധകാരം നിറഞ്ഞ അഴുക്ക് പിടിച്ച രക്തക്കറ പുരണ്ട് ഉണങ്ങിയതുപോലെ നാറ്റം വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്നും നമുക്ക് ശുദ്ധി നേടാൻ നമുക്കൊരു നാമമുണ്ട്. നമ്മുടെ യേശുനാഥൻ്റെ അതിമഹത്തായ നാമം. പ്രിയപ്പെട്ടവരെ, അടിയാത്തി യേശുനാഥനെ രക്ഷകനായി സ്വീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ചതോടെ അടിയാത്തിയുടെ ആ രക്തക്കറയെല്ലാം മാറി. അടിയാത്തിയുടെ ഹൃദയം വെണ്മ പോലെ വെളുത്തെന്ന് തന്നെ അടിയാത്തി വിശ്വസിക്കുന്നു. കാരണം എൻ്റെ കഴിവ് കൊണ്ട് മാറ്റാൻ കഴിയാത്ത നിരവധി പാപങ്ങൾ എനിക്ക് ഇപ്പോൾ മാറ്റാൻ സാധിച്ചു. അടിയാത്തിയുടെ വായിൽ തുറന്നു പറയുകയാണ്. അടിയാത്തിയുടെ വായിൽ എപ്പോഴും തെറി വരുമായിരുന്നു. അപ്പനെയും അമ്മയെയും പോലും തെറി പറയുന്നതിൽ എനിക്ക് ഒരു ലജ്ജയും ഉണ്ടായിരുന്നില്ല. എന്നാൽ അല്പം വിദ്യാഭ്യാസം നേടിയിട്ടും ഒരു ജോലി ലഭിക്കാത്ത വ്യസനമായിരുന്നു എനിക്ക്. ആയതിനാൽ തന്നെ പിശാച്, ഈ ലോകം, ഈ പ്രകൃതി എൻ്റെ പക്ഷത്തായിരുന്നു. ഞാൻ പറയുന്നതെല്ലാം നല്ലതാണെന്നുള്ള ചിന്തയോടെയായിരുന്നു. എന്നാൽ ജ്ഞാനപ്പെട്ടപ്പോൾ
അടിയാത്തിയെ വിമർശിക്കുന്നവരോടും അടിയാത്തിയെ കുറ്റം പറയുന്നവരോടും എല്ലാം അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും അവരോടെല്ലാം ക്ഷമിക്കുവാനുള്ള ഒരു വൻ കൃപയാൽ അടിയാത്തെ നിറയുകയുണ്ടായി. കർത്താവിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. മനസ്സ് ശുദ്ധമായ ജലാശയം പോലെയായി. സന്തോഷവും സമാധാനവും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പി. നാളെക്കുറിച്ചുള്ള ആദിയോ ചിന്തകളോ ഒന്നുമില്ലാത്ത തെളിഞ്ഞ നീലത്തടാകം പോലെയുള്ള ഒരു അവസ്ഥയാൽ അടിയാത്തി ജീവിതത്തിൽ മുന്നേറുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി തന്നെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമൊക്കെ രണ്ടുപേർ ഉണ്ടാവുകയില്ല, ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ചില വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രണ്ടഭിപ്രായമുണ്ടെങ്കിൽ കാര്യം നടക്കുകയില്ല. ഇനി രാജഭരണം നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു രാജാവേ ഉണ്ടാവുകയുള്ളൂ. നല്ലതായാലും ചീത്ത ആയാലും തീരുമാനങ്ങൾ എടുക്കുന്നത് ഏകകണ്ഠമായി എടുക്കാൻ അത് സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാനവരുടെ മനസ്സിൽ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിശാചിനെ തോൽപ്പിച്ച് അടിയറവ് പറ്റിക്കാതെ നമുക്ക് നമ്മുടെ ഭരണം നമ്മുടെ യേശുനാഥന് കൊടുക്കാൻ സാധ്യമല്ല. എന്നാൽ അതിനുള്ള വഴികൾ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ യേശുനാഥൻ തന്നെ, നമ്മുടെ പരംദൈവം പരിശുദ്ധാത്മാവ് അതിനുള്ള വഴികളെല്ലാം നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. കാൽവരി മലമുകളിൽ നമ്മുടെ കർത്താവായ യേശുനാഥൻ നമുക്ക് വേണ്ടി ജീവൻ ഹോമിച്ച് അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ രാജാവായി നമ്മുടെ യേശുവിനെ ലഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തോത്രം. ഇന്ന് ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും അതീവ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും അനീതിയിലും കഴിയുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട മക്കളെ, നിങ്ങൾക്ക് വലിയൊരു വിജയത്തിനുള്ള സമയം അടുത്തിരിക്കുകയാണ്. നമ്മുടെ യേശുനാഥൻ മാനവർക്ക് വേണ്ടി മരിച്ച് മാനവരുടെ പാപങ്ങൾ ഏറ്റെടുത്തതിനാൽ തന്നെ നമ്മുടെ ദൈവം അവിടുത്തെ സ്വർഗത്തേക്കാൾ ഉയർത്തി ഉന്നതമായ പദവിയിൽ ഇരുത്തിയിരിക്കുക തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഓരോ കഷ്ടതയ്ക്കും സ്വർഗത്തിൽ നമ്മുടെ പരംപിതാവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇവിധം നമ്മുടെ യേശുനാഥൻ നമുക്ക് വേണ്ടി ബലിയായി തീർന്നു. പ്രിയരെ, നമ്മുടെ ദൈവത്തിന് പിശാചിനെ അടിയറവ് പറ്റിക്കാൻ, പൈശാചി ശക്തികളെ തോൽപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല. എന്നാൽ നീതിമാനായ നമ്മുടെ ദൈവം പിശാചിനോട് പോലും നീതിയോടുകൂടെ വർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. വാസ്തവത്തിൽ പിശാചിന് നമ്മൾ മാനവകുലം നമ്മൾ അടിമകളായത് പിശാചിൻ്റെ കുറ്റം മൂലമല്ല, മാനവരായ നമ്മുടെ കുറ്റം മൂലമാണ്. പിശാച് പറഞ്ഞ ചെയ്തികൾ, ആ വാക്കുകൾ നമ്മൾ അനുസരിച്ചത് നമ്മുടെ കുറ്റമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ തന്നെ, ആ വൃക്ഷഫലം കഴിക്കരുതെന്ന് പറഞ്ഞ വചനം ഇരിക്കുമ്പോൾ തന്നെ, നമ്മുടെ ആദിമാതാപിതാക്കന്മാരായ ആദവും ഹവ്വയും പിശാചിൻ്റെ വചനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് പിശാചിനെ അനുസരിച്ച് അതുകൊണ്ട് മാത്രമാണ്
പിശാചിനെ നമ്മുടെ രാജാവായി വാഴിക്കാൻ നമ്മൾ പിശാചിനെ തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ രാജത്വം നമ്മൾ സാത്താന് കൊടുത്തപ്പോൾ നമ്മുടെ ദൈവം, നീതിമാനായ നമ്മുടെ ദൈവം നമ്മിൽ നിന്നും അല്പം അകലെയായി മാറി. എന്നാൽ ഈ ഭൂലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മെക്കുറിച്ചുള്ള ഒരു പദ്ധതി നമ്മുടെ ദൈവത്തിൻ്റെ തിരുമുമ്പിലുണ്ടായിരുന്നു. അവിധം തന്നെ നമ്മുടെ യേശുനാഥനെ നമ്മുടെ വീണ്ടെടുപ്പിനായി നമ്മുടെ പരംദൈവം, പരിശുദ്ധാത്മാവാം ദൈവം ഒരുക്കി നിർത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, കാലത്തിൻ്റെ പൂർണ്ണതയിൽ യേശുനാഥൻ ഭൂമിയിൽ വന്നു പിറന്ന മാനവകുലത്തിൻ്റെ പാപങ്ങളെല്ലാം, ഉത്ഭവഭാവവും കർമ്മപാപവും എല്ലാം ഏറ്റെടുത്ത് കൊലക്കളത്തിലേക്ക് പിശാച് കൊണ്ടുപോവുകയായിരുന്ന നമ്മെല്ലാം വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിലേക്ക് പാത തിരിച്ചുവിട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു, മരണം പുൽകി. ആയതിനാൽ തന്നെ നമ്മൾക്ക് ഇനി പിശാചിൻ്റെ കസ്റ്റഡിയിൽ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ രാജാവ് ഇപ്പോൾ നമ്മുടെ ദൈവമാണ്, നമ്മുടെ യേശുനാഥനാണ്, പരിശുദ്ധാത്മാവാൻ നമ്മുടെ ദൈവമാണ്. പ്രിയരെ, നമുക്ക് ദൈവമക്കളായ നമുക്ക് എല്ലാ മാനവർക്കും വേണ്ടി ഇടപെടാതെ പ്രാർത്ഥനയിൽ ജാഗരിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുനാഥനെ അറിയാത്ത എല്ലാ മക്കളും അവിടത്തെ അറിഞ്ഞ് ജീവൻ്റെ പാതയിലൂടെ നടന്നു നീങ്ങുവാൻ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് അവിടത്തെ ആരാധിക്കുവാൻ സ്വർഗരാജ്യം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ യേശുനാഥനോടൊത്ത് വിജയ ശ്രീലാളിതരെ പോലെ അവിടുത്തെ കാൽവരിയിലെ ത്യാഗത്തിൻ്റെ ഉയർപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നമ്മുടെ ജീവിതയാത്ര തുടരാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം ജനതകൾ യേശുവിനെക്കുറിച്ച് കേട്ടറിയാത്തവർ ഉണ്ട് തന്നെ. യേശുനാഥൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി വിജയിച്ച് രാജാധിരാജനായി സ്വർഗത്തിൽ വാണിടുന്നുവെന്ന് അറിയാത്തവർ ഉണ്ട്. അവരെ നമുക്ക് പ്രാർത്ഥനയിലൂടെ നമ്മുടെ ദൈവത്തോട് അടുപ്പിക്കാം. സ്വർഗീയ നന്മകളെല്ലാം അവർക്ക് നേടിക്കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, യുദ്ധവും യുദ്ധക്കെടുതികളും രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഗസയിലും ഇറാനിലും ഉക്രൈനിലുമെല്ലാം കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളടക്കം നിരവധി ആളുകൾ മരിച്ച് വീഴുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്, സ്വസ്ഥത തന്ന് ഇരുത്തിയിരിക്കുന്നത് സ്തോത്രം 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 സ്തോത്രം. ചില കർത്തവ്യങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിക്കാൻ തന്നെയാണ്. ഈ ഭൂലോകം മുഴുവനും നമ്മുടെ യേശുനാഥനെ അറിയിക്കേണ്ടതായ
അല്ലെങ്കിൽ യേശുനാഥന് വേണ്ടി നേടിക്കൊടുക്കേണ്ടതായ ഒരു കർത്തവ്യം നമുക്കുണ്ട് പ്രിയമക്കളെ. അതിനുവേണ്ടി നാം ഒന്നും പ്രയാസപ്പെട്ട യാതൊന്നും ചെയ്യേണ്ടതില്ല. കൽവരിയിൽ നമ്മുടെ യേശുനാഥൻ തൻ്റെ സ്വന്തം ജീവൻ ബലി കഴിച്ചെങ്കിൽ ആ സദ്വാർത്ത അവിടുന്ന് ജീവൻ ബലി കഴിച്ച് നമുക്ക് നിത്യജീവൻ നേടുത്തുന്ന സദ്വാർത്ത നാം സർവ്വലോകത്തെയും അറിയിക്കുക തന്നെ ചെയ്യണം. നമുക്ക് ലഭിച്ച താലന്തിന് ഒത്തവണ്ണം നമ്മൾ സുവിശേഷ പ്രഘോഷണത്തിൽ ജാഗരിക്കണം. പ്രാർത്ഥനാപരമുള്ളവർ സദാസമയവും പ്രാർത്ഥനയിൽ മുഴുകട്ടെ. രാജ്യങ്ങൾ കടന്ന പുറത്തു പോയി സുവിശേഷം പ്രഘോഷിക്കാൻ കെൽപ്പുള്ളവർ അவ்விധം കർത്താവിനെ പ്രഘോഷിക്കട്ടെ. നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും നമ്മുടെ യേശുനാഥൻ, നമ്മുടെ ദൈവം, പരിശുദ്ധാത്മാവ്, നമ്മുടെ ദൈവം നമുക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശുഷ്കാന്തിയോടെ നമുക്ക് ജീവിതം ഇങ്ങനെയുള്ള ഓരോ ദിവസവും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മൾ ഓരോ നിമിഷവും കളയാതെ ആത്മാവിലും പ്രാർത്ഥനയോടെ ജാഗരിക്കാം. നമ്മുടെ യേശുനാഥൻ സ്വർഗ്ഗദൂതന്മാരുമായി കാഹളനാദത്തോടുകൂടി നമ്മെ ചേർക്കുവാനുള്ള സമയം അഗതമായിരിക്കുകയാണ്. ഒരു വശത്ത് അനീതിയും അക്രമവും അസമാധാനവും യുദ്ധങ്ങളും കോലാഹലങ്ങളുമെല്ലാം നടമാടുമ്പോൾ പ്രിയരെ, അതിൻ്റെ നടുവിൽ പ്രാർത്ഥനയും നീതിയും സമാധാനവും സന്തോഷവും വിതറിക്കൊണ്ട് ദൈവമക്കളായ നമുക്ക് വളരെ ചുരുക്കം ആളുകൾ മാത്രം നിറഞ്ഞ നമുക്ക് നമ്മുടെ യേശുനാഥനോടൊപ്പം ഈ ഭൂമിയിൽ ഉപ്പും വെളിച്ചവുമായി മുന്നേറുക തന്നെ ചെയ്യാം. ഒരു കലം ചോറിന് അല്പം ഉപ്പേ ആവശ്യമുള്ളൂ. പ്രിയപ്പെട്ടവരെ, അവണ്ണം തന്നെ ഈ ഭൂലോകത്തെ മുഴുവൻ സ്വർഗരാജ്യം കൊണ്ട് നിറക്കാൻ, ഏവരെയും സ്വർഗീയ സമൃദ്ധിയിൽ നിറയ്ക്കാൻ നമ്മൾ കുറച്ച് ദൈവമക്കൾ മതി. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ത്യാഗമനോഭാവവും ഉപവാസവും എല്ലാം സ്വർഗരാജ്യത്തിന് മുതൽക്കൂട്ടായി മാറുക തന്നെ ചെയ്യും. ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത പീഡകൾ നമുക്ക് നമ്മുടെ ഈ പാതയിൽ ഏൽക്കേണ്ടി വന്നേക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശുനാഥൻ, നമ്മുടെ ദൈവം പച്ചക്കൊള്ളിക്ക് കുരിശാണ് ലഭിച്ചതെങ്കിൽ നമുക്കും സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വരാൻ ഇടയുള്ള എല്ലാ കഷ്ടതകളും ഏറ്റ് അത്യധിക ആനന്ദത്തോടെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ സുവിശേഷ വേല മുന്നോട്ട് നയിക്കാം. പരന്താതൻ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. തൻ്റെ പുത്രനെ തന്ന മാനവലോകത്തെ മുഴുവൻ ജീവനിലേക്ക് നയിച്ച പരംപിതാവിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവ് യേശുവേ വേഗം വരണമേ.